തനിക്കായി പോകും. ലോകത്തിൻ പ്രകാശമായി ഭൂമി തന്നുപ്പായി സ്നേഹത്തിൽ ജ്വലിച്ചുയർന്ന് ഞാൻ പോകാം. വിശുദ്ധ ലിഖിതത്തിൻ്റെ അർത്ഥങ്ങളെ രണ്ടായി തരംതിരിക്കാം: വാച്യാർത്ഥവും ആധ്യാത്മികാർത്ഥവും. ഇതിലെ ആധ്യാത്മികാർത്ഥത്തെ മൂന്നായി തിരിച്ചിരിക്കുന്നു: പ്രതീകാത്മാർത്ഥവും, ധാർമ്മികാർത്ഥം, സനാതനാർത്ഥം എന്നിങ്ങനെ. ഈ 4 അർത്ഥതലങ്ങളെക്കുറിച്ച്, അവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിച്ചു തരുന്നത് ഇപ്പോൾ ഗ്രഹിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആധ്യാത്മിക വ്യാഖ്യാനം സഭയ്ക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നമ്മുടെ സഭാ സമൂഹത്തിന് എൻ്റെ നാമത്തിൽ 1-2 പേർ ഒന്നിച്ചു കൂടുമ്പോൾ എന്ന് പറയുന്നതിന് ആ ഒന്നിച്ചു കൂടലിനൊരു പ്രാധാന്യമുണ്ട്. സഭയ്ക്ക് ആകമാനം കിട്ടുന്ന ഒരു പ്രത്യേക കഴിവുണ്ട്. അത് ഒരു വ്യക്തിക്ക് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും, പക്ഷേ സമൂഹത്തിന് മൊത്തമായിട്ട് കിട്ടും. അതുതന്നെയാണ് ഈ കരിസ്മാറ്റിക്കുകാരോട് ചിലപ്പോഴൊക്കെ പറയേണ്ടി വരിക. അതായത് കരിസ്മാറ്റിക്കുകാർ മാറി 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 ഒരു വീട്ടിലൊരു ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പായിട്ടോ ഇടവകയിൽ ചെറിയ ഗ്രൂപ്പായിട്ടോ പോകുമ്പോൾ സഭയ്ക്ക് ആകമാനമുള്ളതായ ആ ഒരു ജീവൽ പാരമ്പര്യവും പരിശുദ്ധാത്മാവിൻ്റെ എന്താ പറയണേ നിയന്ത്രണവും എല്ലാം ചിലപ്പോൾ കട്ട് ചെയ്തു പോകും. അതുകൊണ്ട് സഭാത്മകത നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സഭാത്മകതയുടെ ഒരു ബെനഫിറ്റ് ഈ പാരമ്പര്യത്തിൽ നമ്മളെപ്പോഴും ഉൾച്ചേർന്ന് നിൽക്കും. പാരമ്പര്യത്തിൽ ചിലപ്പോഴൊക്കെ പാളിച്ചകളുണ്ടാകാം. ആ പാളിച്ചകളെ കണ്ടെത്താനും നമുക്ക് ഈ സഭയുടെ അകത്ത് തന്നെ മെഷീനറി ഉണ്ട്, അതുകൊണ്ട് പേടിക്കാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന അപ്രസക്തമായ പാരമ്പര്യങ്ങൾ പിന്നീട് വന്നത് ചിലതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തള്ളിക്കളയേണ്ടതായിട്ട് വരും, അല്ലേ? അപ്പോൾ അത് മാറ്റിയാലും ബേസിക്കായിട്ടുള്ള യേശുവിൻ്റെ കാലത്ത് നിന്ന് ഉടലെടുക്കുന്ന, അപ്പസ്തലന്മാരുടെ കാലത്ത് ഉടലെടുക്കുന്ന പാരമ്പര്യമുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഭാ സമൂഹത്തിൽ അത് ജീവത്തായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമൂഹത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് നമുക്ക് കാണാനും അനുഭവിക്കാനും ഒക്കെ കഴിയുക. അതുകൊണ്ട് എക്ലേസിയാലിറ്റി അല്ലെങ്കിൽ സഭാത്മകത വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. ബൈബിൾ വ്യാഖ്യാനത്തിലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സഭയോട് ചേർന്ന്, സഭയുടെ ശരിയായ പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ശരിയായ വ്യാഖ്യാനം നൽകുവാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. കാരണം സഭ തന്നെയാണ് വാസ്തവത്തിൽ ബൈബിളിന് രൂപം കൊടുത്തത്, അല്ലേ? പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ കാര്യം പറയുമ്പോൾ സഭയുടെ പാരമ്പര്യമാണ് ലിഖിതമായിട്ട് ബൈബിളായിട്ട് മാറിയത്. അപ്പോൾ സഭയ്ക്ക് ഇല്ലാത്ത ഒരു വെളിച്ചം എഴുതപ്പെട്ടപ്പോൾ പ്രത്യേകമായിട്ടുണ്ടാകുന്നില്ല. പക്ഷേ വളരെ പ്രക്രിയകൾക്ക് ശേഷമാണ് ബൈബിളിൽ അത് രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ പെർഫെക്ഷനൊക്കെ കാണും. ഓക്കെ, മൂന്നാമത്തത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സാധർമ്മ്യത്തിൽ ശ്രദ്ധ പതിക്കണം. വിശ്വാസ സാധർമ്മ്യം കൊണ്ട് നാം അർത്ഥമാക്കുന്നത് വിശ്വാസ സത്യങ്ങൾക്ക് തമ്മിലും അവയ്ക്ക് ദൈവാവിഷ്കരണ പദ്ധതി മുഴുവനോടുമുള്ള സമന്വയമാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സാധർമ്മ്യം എന്ന വാക്കിന് പൊരുത്തം അല്ലെങ്കിൽ ഹാർമണി എന്നാണ് ഒറിജിനലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പൊരുത്തമുണ്ട് അല്ലെങ്കിൽ ഹാർമണിയുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ എല്ലാ ഘടകങ്ങൾക്കും തമ്മിൽ ഒരു പൊരുത്തം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആ പൊരുത്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, അതാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ബൈബിൾ വായിച്ചപ്പോൾ നമുക്കത് മനസ്സിലാവുന്നില്ല, എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു സംശയം വരുന്നു. അപ്പോൾ സംശയം വന്നപ്പോൾ ചിലർ ആധികാരികമായിട്ട് അങ്ങനെ പറയും, ഇങ്ങനെയാണ് ഏതെങ്കിലും രീതിയിൽ എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് സേഫായിട്ട് അത് ഉറപ്പിക്കാനുള്ള ഒരു മാർഗം സഭയുടെ പൊതു പാരമ്പര്യം എന്താണ്, അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വിഘടിതമായിട്ട് ഇതിന് ഒരർത്ഥം എനിക്ക് തോന്നിയാൽ ആ അർത്ഥത്തിൽ എന്തോ പെശകുണ്ടെന്നെങ്കിലും നമ്മെ തന്നെ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് അതിൻ്റെ ശരിയായ അർത്ഥം എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഒരു ശ്രമം നടത്തണം. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സാധർമ്മ്യം അല്ലെങ്കിൽ പൊരുത്തത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. അതായത് വിശ്വാസം മാത്രം മതി എന്ന് പറയുമ്പോൾ അത് ഉടനെ തന്നെ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എടുക്കുകയാണ്. അങ്ങനെ കൺക്ലൂഷൻ എടുത്തതുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം തന്നെ ഉണ്ടായത്. ഈ കൺക്ലൂഷൻ എന്താണ്? ഈ പറയുന്ന വിശ്വാസം മാത്രം മതി. വിശ്വാസം വേണം എന്ന് പറയുമ്പോൾ വിശ്വാസം മാത്രം വേണമെന്ന് ബൈബിൾ പറയുന്നില്ല. ബൈബിള് വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്ന രംഗങ്ങളുണ്ട്. പക്ഷേ വിശ്വാസം മാത്രം മതി, പ്രവൃത്തി വേണ്ട എന്ന് അവർ പറയുന്നില്ല. മനസ്സിലായോ ബൈബിളിൽ? അപ്പോൾ വിശ്വാസം മാത്രം മതി, വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്, വിശ്വാസമാണ് എന്നെ രക്ഷിക്കുന്നത് എന്ന് പറയുന്നിടത്ത് ഞാനത് വ്യാഖ്യാനിച്ച് വിശ്വാസം മാത്രം മതി, പ്രവൃത്തിയൊന്നും വേണ്ട എന്നുവരെ ഞാൻ വ്യാഖ്യാനിച്ചെടുക്കുകയാണെങ്കിൽ അത് ശരിയാണോ എന്ന് ബൈബിളിൻ്റെ
ആ പൊരുത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് ഭാഗങ്ങളുമായിട്ട് അതങ്ങനെ യോജിച്ച് പോകും. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ യാക്കോബ്സിയുടെ കാര്യം പറയുന്നത്. അപ്പോൾ ആ യാക്കോബ്സിയുടെ കാര്യമായിട്ട് യോജിച്ച് പോകുകയില്ല. അപ്പോൾ എൻ്റെ കൺക്ലൂഷൻ വിശ്വാസം പ്രധാനപ്പെട്ടതാണെന്നുള്ള കൺക്ലൂഷൻ വളരെ ശരിയാണ്. പക്ഷേ വിശ്വാസം മാത്രം ഈ പ്രൊട്ടസ്റ്റന്റുകാരുടെ ഒക്കെ ഉള്ള ഒരു പ്രത്യേകതയാണ് സോള എന്ന് പറഞ്ഞാൽ ഓൺലി എന്നർത്ഥം. ഫെയ്ത്ത് ഓൺലി, അഡൾട്ട്സ് ഓൺലി എന്ന് പറയുന്ന പോലെ ഓൺലിയാണ്. അപ്പോൾ ഓൺലി ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം? മറ്റുള്ളതെല്ലാം ഒഴിവാക്കുന്നു. അപ്പോൾ അങ്ങനെ ഒഴിവാക്കാനായിട്ട് ഉള്ള ഒരു പ്രേരണ, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥമെന്ന് തോന്നുമ്പോൾ നമ്മൾ ബൈബിളിൻ്റെ മറ്റു ഭാഗങ്ങളോടുള്ളതായ ബന്ധം എങ്ങനെയാണെന്ന്, പൊരുത്തം എങ്ങനെയാണെന്ന് ചിന്തിക്കേണ്ടി വരും. ആ പൊരുത്തം ബോധ്യമാകുന്നില്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ ചോദിച്ച് സംശയ നിവാരണം വരുത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ ഒരു കൊഹിയറൻസ് ഉണ്ട് വിശ്വാസ സത്യങ്ങൾക്ക് തമ്മിൽ. അതാണ് പറഞ്ഞിരിക്കുന്നത്, സമന്വയം തമ്മിലും അവയ്ക്ക് ദൈവാവിഷ്കരണ പദ്ധതി മുഴുവനോടുമുള്ള സമന്വയമുണ്ട്, അല്ലെങ്കിൽ കൊഹിയറൻസ് ഉണ്ട്. ബൈബിളിലെ സത്യങ്ങൾക്ക് ഒരുതരം സമന്വയമുണ്ടെന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഒറിജിനലി ഇറ്റ് ഈസ് യൂസ്ഡ് കൊഹിയറൻസ് ഉണ്ട്. ഓക്കെ, ഇനി വിശുദ്ധ ലിഖിതത്തിൻ്റെ അർത്ഥങ്ങൾ. ഒരു പ്രാചീന പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ ലിഖിതത്തിന് 2 തരം അർത്ഥങ്ങൾ വേർതിരിച്ച് കാണാറുണ്ട്: വാച്യാർത്ഥവും ആധ്യാത്മിക അർത്ഥവും. ആധ്യാത്മിക അർത്ഥത്തിൽ തന്നെ വീണ്ടും പ്രതീകാത്മകവും ധാർമ്മികവും സനാതനവുമായ അർത്ഥതലങ്ങൾ കാണാം. ഈ 4 അർത്ഥങ്ങളുടെയും സമന്വയത്തിലൂടെ മാത്രമേ സഭയിൽ വിശുദ്ധ ലിഖിതത്തിൻ്റെ സജീവ പാരായണം വഴി അതിൻ്റെ പൂർണ്ണ സമ്പത്ത് ലഭ്യമാകൂ. അപ്പോൾ ഇനി പറഞ്ഞിരിക്കുന്നത് സ്വല്പം കൂടി ചെറിയ അക്ഷരത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്, 115 മുതൽ 118 വരെ. അത് കാരണം ഒരു പ്രാചീന പാരമ്പര്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് വ്യാഖ്യാനത്തിൻ്റെ സ്വഭാവം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണിത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, പക്ഷേ അത് മനസ്സിലാക്കാൻ കുറേ കൂടി സഹായിക്കുന്ന ചില ഭാഗങ്ങൾ ഈ പുസ്തകത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. അതാണ് 115 ഒന്നാമതായിട്ട് പറയുന്നത്. എന്താണ്? ഒരു പ്രാചീന പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ ലിഖിതത്തിന് 2 തരം അർത്ഥങ്ങൾ വേർതിരിച്ച് കാണാറുണ്ട്. 2 തരം അർത്ഥം. ഇത് വ്യാഖ്യാനത്തിൻ്റെ പ്രോസസ്സിൽ അർത്ഥം 2 തരം ഉണ്ടാകാം. ഒന്ന് വാച്യാർത്ഥം, 2 ആധ്യാത്മിക അർത്ഥം, ലിറ്ററൽ മീനിങ് ആൻഡ് സ്പിരിച്വൽ മീനിങ്. ഇനി ആധ്യാത്മിക അർത്ഥത്തിന് തന്നെ വീണ്ടും പ്രതീകാത്മകം, ധാർമ്മികം, സനാതനം എന്ന് 3 തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. ഈ 4 അർത്ഥങ്ങളുടെയും, അതായത് പ്രതീകാത്മകം, ധാർമ്മികം, സനാതനം പ്ലസ് വാച്യാർത്ഥം, ഇങ്ങനെ ഈ 4 അർത്ഥങ്ങളുടെയും സമന്വയത്തിലൂടെ മാത്രമേ സഭയിൽ വിശുദ്ധ ലിഖിതത്തിൻ്റെ സജീവ പാരായണം വഴി അതിൻ്റെ പൂർണ്ണ സമ്പത്ത് ലഭ്യമാവുകയുള്ളൂ. ഇത് ഒരർത്ഥത്തിൽ ഇങ്ങനെ 2 തരം എന്ന് തിരിച്ചിട്ട് പിന്നെ അതിൽ ഒന്നിനെ 3 തരം എന്ന രീതിയിൽ കാണാം. അങ്ങനെ കാണുമ്പോൾ വാച്യാർത്ഥം, ദാറ്റ് ഈസ് വെരി സിമ്പിൾ, എല്ലാവർക്കും അറിയാം. ലിറ്ററൽ മീനിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അതിൻ്റെ ലിറ്ററൽ മീനിങ് വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും അതിൽ മാത്രം കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. അതിനൊക്കെ ചിലപ്പോൾ അതിൻ്റെ നമ്മളെന്താ പറയണ വാച്യാർത്ഥവും മറുവശന എന്താ വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥം, അതെ വ്യംഗ്യാർത്ഥം എന്ന് നമ്മൾ പറയാം. വാച്യാർത്ഥവുമുണ്ട്, വ്യംഗ്യാർത്ഥവുമുണ്ട്. അപ്പോൾ വാച്യാർത്ഥം വളരെ പ്രധാനപ്പെട്ടതാണ് എങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കയ്യാലപ്പുറത്തെ തേങ്ങ മാത്രമേ അന്വേഷിച്ച് നടന്നാൽ പറ്റുന്നതുപോലെ വാച്യാർത്ഥത്തിൽ നമ്മൾ ആശയത്തിലേക്ക് ചെല്ലില്ല, വ്യംഗ്യാർത്ഥത്തിലേക്ക് ചെല്ലില്ല. വ്യംഗ്യാർത്ഥം പ്രശ്നം ഇതാണ്, ഇങ്ങനെ ഒരു ആടുന്ന സ്വഭാവം. പക്ഷേ വാച്യാർത്ഥത്തിൽ ആയക്കൂടി എന്തുണ്ട്? തേങ്ങ മാത്രമേ ഉള്ളൂ, അല്ലേ? കയ്യാലപ്പുറവും തേങ്ങയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വാച്യമാണ്. ആ വാക്കിൽ നിന്ന് വ്യംഗ്യാർത്ഥത്തിലേക്ക് കടന്നില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ അർത്ഥത്തിലേക്ക് എത്തുകയില്ല. ബൈബിളിലും ഇത് പ്രസക്തമാണെന്നാണ് ഇവിടെ പറയുക. ഇനി 3 തരം ആധ്യാത്മിക അർത്ഥമുണ്ട് എന്ന് പറഞ്ഞല്ലോ. 3 തരം. ഒന്ന് പ്രതീകാത്മകം, അല്ലെങ്കിൽ അല്ലഗോറിക്കൽ മീനിങ്, പ്രതീകാത്മകമായിട്ടുള്ള അർത്ഥം. ഇപ്പം നമ്മൾ നേരത്തെ ഇത് പറഞ്ഞല്ലോ, ഈ വിത്തുകളുടെ ഉപമയിൽ പറഞ്ഞു, അതിൽ മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത്. മുള്ളുകളുടെ എന്തോരം നീളമുള്ള മുള്ളായിരുന്നു അത് എന്ന് അന്വേഷിച്ചിട്ട് വലിയ കാര്യമില്ല, അല്ലേ? ആ മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത് എന്ന് പറയുമ്പോഴേക്കും അത് കുത്തിക്കൊള്ളാൻ മാത്രം അത്ര വലിയ മുള്ളായിരുന്നോ എന്നും മറ്റേ മുള്ളിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല. അതൊരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകം? നമ്മൾ നല്ല ജീവിതം നയിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനേക പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ട്. അതിനെയാണ് ഈ മുള്ളുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ മുള്ളുകൾ, അപ്പോൾ മുള്ളവിടെ വിടാം. പിന്നെ പോയിട്ടുള്ള പ്രശ്നം ഇതാണ്, സമ്പത്തിൻ്റെ ആർത്തിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആർത്തിയോ ഒക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. പിന്നെ മുള്ളിനെ നമുക്ക് വിടാം.
അപ്പോൾ ഇവിടെ അല്ലഗോറിക്കൽ പ്രതീകാത്മകമായിട്ടുള്ള അർത്ഥത്തിലേക്ക് പോകേണ്ടി വരും. ഈ പ്രതീകം എന്ത് സൂചിപ്പിക്കുന്നു? വീണ്ടും പ്രതീകത്തിൻ്റെ വ്യംഗ്യാർത്ഥം എന്താണെന്നുള്ളതിലേക്ക് പോകണം. മോറൽ, ധാർമ്മിക അർത്ഥം. ധാർമ്മികാർത്ഥം എന്ന് പറയുന്നത് മോറലായിട്ടുള്ള മീനിങ്, മോറൽ ഇൻ്റർപ്രിട്ടേഷൻ. പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യാനാണ് ഈ ബൈബിൾ ഭാഗം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്തുതരം ധാർമ്മിക സന്ദേശമാണ് അത് നൽകുന്നത്. നാലാമത്തത് നിത്യതയുമായ സനാതനവുമായ അർത്ഥങ്ങൾ, അല്ലെങ്കിൽ അനഗോഗിക്കൽ എന്ന് പറയും. നിത്യതാബന്ധിയായിട്ടുള്ളതായ ഒരു അർത്ഥമുണ്ട്, നിത്യതയോടെ ബന്ധപ്പെട്ടതായ അർത്ഥം. അത് പിന്നീട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് പെട്ടെന്ന് വായിച്ചു തീർക്കാം, അങ്ങനെയാണെങ്കിൽ കിട്ടും. 116 വാക്യാർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ സൂചിപ്പിക്കുന്നതും വാക്യവിശകലനത്തിൽ നിന്ന് അനാവൃതമാകുന്നതുമായ അർത്ഥമാണ് വാച്യാർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മറ്റെല്ലാ അർത്ഥങ്ങളും വാച്യാർത്ഥത്തിൽ അധിഷ്ഠിതമാണ്. ഓക്കെ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ 117 ആധ്യാത്മികാർത്ഥം. ദൈവിക പദ്ധതിയുടെ ഐക്യനിമിത്തം വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ മാത്രമല്ല, അവ പ്രതിപാദിക്കുന്ന യാഥാർത്ഥ്യങ്ങളും സംഭവങ്ങളും അടയാളങ്ങളായിരിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ മാത്രമല്ല, അവ പ്രതിപാദിക്കുന്ന യാഥാർത്ഥ്യങ്ങളും സംഭവങ്ങളും അടയാളങ്ങൾ ആയി തീരും. ചില സമയത്തൊക്കെ അത് സൂചനകളാണ്, സൈൻസാണ്, സിമ്പിൾസാണ് എന്നൊക്കെ പറയും. യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പോലും പറയുന്നത് അവ സൈൻസ്, അടയാളങ്ങളാണ്. എന്തിൻ്റെ അടയാളമാണ്? യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും യേശുവിൻ്റെ സന്ദേശത്തിൻ്റെയും ഒക്കെ അടയാളങ്ങളാണവ. യേശു ആരാണ് എന്നത് വ്യക്തമാക്കുന്നു, യേശു നൽകാൻ പോകുന്ന രക്ഷയുടെ സ്വഭാവം അത് വ്യക്തമാക്കുന്നു എന്നുള്ള രീതിയിൽ അത് വെറും അടയാളങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അല്ലാതെ അത്ഭുതങ്ങൾക്ക് അതിൽ തന്നെ പ്രസക്തി അല്ലെങ്കിൽ അസാധാരണ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതില്ല എന്നാണ് പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിലൊക്കെ നമ്മൾ കാണുക. അപ്പോൾ ഈ അടയാളപരമായ ഒരു പ്രത്യേകത ഈ ബൈബിളിലെ ചില കാര്യങ്ങൾക്ക് കാണും. അപ്പോൾ അതിൻ്റെ അടിയിലുള്ളതായ ആത്മീയമായ അർത്ഥം, ആധ്യാത്മിക അർത്ഥം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കണം. ഇത് വ്യംഗ്യാർത്ഥത്തിൻ്റെ ഒരു തലമാണ്. അടുത്തത് പ്രതീകാത്മകമായ അർത്ഥം. പ്രതീകാത്മകാർത്ഥം ബൈബിളിലെ സംഭവങ്ങളെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ അവയെ കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന്, ഇസ്രായേൽക്കാർ ചെങ്കടൽ കടക്കുന്നത് ക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെയും തന്മൂലം ക്രിസ്തീയ മാമോദിസായുടെയും അടയാളമാണ്. ഇവിടെ പ്രതീകം അല്ലെങ്കിൽ ഒരർത്ഥത്തിലെ രൂപകം എന്നും വേണമെങ്കിൽ പ്രയോഗിക്കാം. ഏതായാലും അല്ലഗറി എന്ന് പറയുന്ന ഒരു പ്രയോഗം ബൈബിളിൽ ധാരാളമായിട്ട് പല ഭാഗങ്ങളും അല്ലഗോറിക്കലായിട്ട് മനസ്സിലാക്കേണ്ടി വരും. രൂപകം എന്നൊരു സാധനം നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? രൂപകത്തിന് എന്താ പറയണത്? സാധാരണ അവർണ്ണത്തോടെ വർണ്ണത്തിന് അഭേദം ചൊല്ലുക രൂപകം എന്ന് നമ്മൾ പറയും. അപ്പോൾ അവർണ്ണത്തോടെ വർണ്ണത്തിന് അഭേദം ചൊല്ലുക, അതായത് അവർണ്ണത്തിന്, വർണ്ണിച്ചിട്ടില്ലാത്തതിന് നമ്മളിപ്പോൾ വർണ്ണിക്കുന്നതിന്, നമ്മൾ പറയുന്ന കാര്യവും നമ്മളിപ്പോൾ വർണ്ണിക്കുന്ന കാര്യവും തമ്മിലുള്ള യാതൊരു വ്യത്യാസവുമില്ല എന്ന് പറയുന്നതാണ് രൂപകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇസ്രായേൽക്കാർ ചെങ്കടൽ കടക്കുന്നു എന്ന് പറയുന്നതും പിന്നെ ക്രിസ്തുവിൻ്റെ വിജയമെന്ന് പറയുന്നതും മാമോദിസായിലൂടെ മനുഷ്യന് കിട്ടുന്നതായ വലിയ ആത്മീകമായ നേട്ടം എന്ന് പറയുന്നത് തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഒന്ന് വർണ്ണ്യമാണ്, വർണ്ണിച്ചിരിക്കുന്നു, മറ്റൊന്ന് വർണ്ണിച്ചിട്ടില്ല. വർണ്ണിച്ചിട്ടില്ലാത്തതും വർണ്ണിച്ചതും തമ്മിൽ വലിയ ഭേദമില്ല, വ്യത്യാസമില്ല എന്ന് പറയുന്ന രീതിയിൽ. അതുതന്നെയാണ് ഒരർത്ഥത്തിൽ രൂപകം അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രതീകം എന്ന് പറയാം. ഓക്കെ, ധാർമ്മികാർത്ഥം. വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്ന സംഭവങ്ങൾ ധാർമ്മികമായ പ്രവർത്തനത്തിലേക്ക് നമ്മെ നയിക്കേണ്ടതാണ്. വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ അവ എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഉദ്ബോധനത്തിന് വേണ്ടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് വാട്ട് ഈസ് ടു ബി ഡൺ. നമ്മളെ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുക. പക്ഷേ നീ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കില്ല അത് പറയുക. ഇപ്പം നമ്മൾ വീണ്ടും വിത്തുകളുടെ ഉപമയിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? പാറപ്പുറത്ത് വീണ വിത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള അർത്ഥം എന്താണ്? നമ്മുടെ മനസ്സ് ചുമ്മാ പാറപ്പുറം വരെ ആയിരിക്കരുത്. അവിടെ വചനമൊന്നും വീണ കിളിർക്കുക പോലുമില്ല, അത് പക്ഷി പറിച്ചുകൊണ്ട് പോകും അല്ലേ? ഇനിയിപ്പോൾ കിളിർത്താലും കാര്യമില്ല, മുള്ളുള്ള സ്ഥിതിയാണ് നമ്മുടേതെങ്കിൽ അവിടെ മുള്ളൊക്കെ വെട്ടിക്കളയണം. എന്ന് പറഞ്ഞാൽ നമ്മൾ
ആർത്തിയിൽ നിന്നും ത്വരയിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും ഒക്കെ വിമുക്തരാകാനായിട്ട് ശ്രമിച്ചാലേ വചനം നമ്മിൽ ഫലം ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് മോറലായിട്ടുള്ള സെൻസ്. പിന്നത്തത് സനാതനാർത്ഥം. വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്ന വസ്തുതകളെയും സംഭവങ്ങളെയും നമ്മുടെ യഥാർത്ഥ ജന്മനാട്ടിലേക്ക് ആനയിക്കുന്ന അവയുടെ സനാതന മൂല്യത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിക്കാണാൻ നമുക്ക് കഴിയും. ഇങ്ങനെ ഭൂമിയിലെ സഭ സ്വർഗീയ ജെറുസലത്തിൻ്റെ പ്രതീകമാണ്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ സനാതനമായ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവയെല്ലാം ഇങ്ങനെയുള്ള ചില വിവരണങ്ങൾ നമുക്ക് ലഭിക്കുക. അതിനെ സനാതന അർത്ഥം അല്ലെങ്കിൽ അനഗോഗിക്കൽ സെൻസ് എന്ന് പറയും. നമുക്ക് ഈ രീതിയിൽ, അതായത് ഭൂമിയിലെ സഭ സ്വർഗീയ ജെറുസലേമിൻ്റെ പ്രതീകമാണ്. ഇപ്പോൾ ഭൂമിയിലെ സഭയെക്കുറിച്ച് നമ്മൾ വളരെ വിശിഷ്ടമായിട്ടൊക്കെ കാണുമ്പോൾ അത് സ്വർഗീയ ജെറുസലേമിൻ്റെ പ്രതീകമാണ്. മറിച്ചും പലപ്പോഴും സംഭവിക്കും, ഇല്ലേ? സ്വർഗീയ ജെറുസലത്തെക്കുറിച്ച് പറയുന്നത് ഈ ഭൂമിയിലെ സഭാജീവിതത്തിൻ്റെ ഒരു മാതൃകയായിട്ട്, സഭാജീവിതത്തിൽ നമ്മളെ പ്രേരിപ്പിക്കുന്നതായിട്ടും വരാം. അപ്പോൾ അത് ധാർമ്മികമായ അടയാളമായിട്ട് മാറും, ധാർമ്മികാർത്ഥമായിട്ട് മാറും. ഇവിടെ ഭൂമിയിലെ സഭ സ്വർഗീയ ജെറുസലത്തിൻ്റെ പ്രതീകമാണ്. ഭൂമിയിലെ സഭ, നമുക്ക് ആരാധനാക്രമമൊക്കെ പ്രത്യേകിച്ച് പൗരസ്ത്യ പശ്ചാത്തലത്തിൽ ആരാധനാക്രമത്തിൽ എപ്പോഴും ഈ ഒരു സങ്കല്പമുണ്ട്. എന്താണ്? സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന മാലാഖമാർ എങ്ങനെ എപ്പോഴും ആരാധിക്കുന്നു, അതുപോലെ ഇതാ ഈ പ്രാർത്ഥനാ വേളയിൽ നമ്മൾ ദൈവത്തിന് ചുറ്റും കൂടി ദൈവത്തെ ആരാധിക്കുകയാണ്. അപ്പോൾ ഇത് വരാനിരിക്കുന്ന നമ്മുടെ സ്വർഗീയ അവസ്ഥയുടെ മുൻ ആസ്വാദനമാണ്. ആ രീതിയിലുള്ളതായൊരു പ്രവൃത്തി, മുൻ സ്വർഗത്തിലെ ആരാധന, മുൻ സ്വർഗത്തിലെ ആരാധന ഇവിടെ നടക്കുന്നു. അപ്പോൾ അത് തമ്മിൽ അങ്ങനെ ഒരർത്ഥം ചില സന്ദർഭങ്ങളിൽ ബൈബിളിൽ അങ്ങനെയുള്ളതായ വരാനിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് വസ്തുതകളും സംഭവങ്ങളും നമ്മുടെ യഥാർത്ഥ ജന്മനാട്. എന്താണ് യഥാർത്ഥ ജന്മനാടെന്ന് പറയുന്നത്? എന്താണ്? നമ്മുടെ റിയൽ ഹോം ലാൻഡ് എന്ന് പറയുന്നത് ഏതാണ്? സ്വർഗമാണെന്ന് പറയാൻ സാധിക്കും, അല്ലേ? അതുകൊണ്ട് നമ്മളെല്ലാം ഇവിടെ എന്താണ്ടോ പരദേശികളാണ് എന്ന് കരുതി ജീവിക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ എങ്കിലും ഇവിടുത്തെ ജീവിതം ഏതായാലും നിത്യമല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് യുക്തിവാദിയും അംഗീകരിക്കേണ്ടതായൊരു കാര്യമാണ് മരണാനന്തരം ജീവനില്ല എന്ന് അവർ പറയും. പക്ഷേ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം മരണാനന്തരമുള്ളതായ സ്ഥിതിഗതികളെക്കുറിച്ച് പറയാൻ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ അതിനെ സൂചിപ്പിക്കുന്ന ചില ബൈബിൾ ഭാഗങ്ങളുണ്ടെങ്കിൽ ആ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമല്ല. ഈ പറയുന്ന മൂന്നും വളരെ പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അതിന് മുൻപ് പറഞ്ഞിട്ടുള്ളതായ 3 പ്രിൻസിപ്പിൾസ് തന്നെയാണ്. അതായത് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ്റെയും ഉള്ളടക്കത്തിലും ഏകദാനതയിലും ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് വേണം ബൈബിൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുവാനും വ്യാഖ്യാനിച്ച് മറ്റുള്ളവർക്ക് വിശദീകരിച്ച് കൊടുക്കാനും. സഭ മുഴുവൻ്റെയും സജീവ പാരമ്പര്യത്തിൽ വേണം ബൈബിൾ വായിച്ച് മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും. അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പൊതുവിലുള്ളതായ മുഴുവനുമുള്ളതായ പൊരുത്തം അല്ലെങ്കിൽ ഹാർമണിയിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കണം. അപ്പോൾ ആ ഹാർമണിക്ക് യോജിച്ച രീതിയിൽ ബൈബിളിനെ മനസ്സിലാക്കുമ്പോഴേ നമ്മുടെ മനസ്സിലാക്കൽ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കൽ ശരിയാവുന്നുള്ളൂ. ഓക്കെ, ഇനി 114, 118. ഈ 4 അർത്ഥതലങ്ങളുടെ പ്രാധാന്യം ഒരു മധ്യകാല പദ്യശകലത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ട്. സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു അക്ഷരാർത്ഥം, വിശ്വാസത്തിലേക്ക് ആനയിക്കുന്നു പ്രതീകാത്മകാർത്ഥം, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ചൊല്ലുന്നു ധാർമ്മികാർത്ഥം, അന്ത്യമെന്തെന്ന് ചൊല്ലുന്നു സനാതനാർത്ഥം. സിമ്പിളാണ്. 119. മുകളിൽ പ്രസ്താവിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടുതൽ ഉൾക്കാഴ്ച നേടാനും അത് വിശദീകരിക്കാൻ ഉതകുന്ന ഗവേഷണം വഴി പക്വതയാർന്ന തീരുമാനങ്ങൾ എടുക്കാനും സഭയെ സഹായിക്കുകയാണ് ബൈബിൾ വ്യാഖ്യാതാക്കളുടെ ചുമതല. വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാന രീതിയെ സംബന്ധിച്ച് പറഞ്ഞതെല്ലാം ദൈവവചനം പരിരക്ഷിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ദൈവദത്തമായ ദൗത്യവും ശുശ്രൂഷയും സ്വീകരിച്ചിട്ടുള്ള സഭയുടെ അന്തിമമായ വിധി തീർപ്പിന് വിധേയമാണ്. കത്തോലിക്ക സഭയുടെ പ്രബോധന അധികാരം എന്നെ പ്രേരിപ്പിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുമായിരുന്നില്ല. ഓക്കെ,
അപ്പോൾ നേരത്തെ പറഞ്ഞ നിർദ്ദേശങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. മുകളിൽ പ്രസ്താവിച്ച 58 എന്ന് പറയുമ്പോഴേക്കും അത് ഈ പറയുന്ന ഈ പാരഗ്രാഫ് വാസ്തവത്തിൽ ദൈവാവിഷ്കരണം നമ്പർ 12 ഉള്ളതാണ്. മുകളിൽ പ്രസ്താവിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടുതൽ ഉൾക്കാഴ്ച നേടാനും അത് വിശദീകരിക്കാൻ ഉതകുന്ന ഗവേഷണം വഴി പക്വതയാർന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ സഭയെ സഹായിക്കുകയാണ് ബൈബിൾ വ്യാഖ്യാതാക്കളുടെ ചുമതല എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ചുമതല. നമ്മളെല്ലാവരും പ്രാർത്ഥനാ സമ്മേളനങ്ങളിലെങ്കിലും നേതൃത്വം വഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ബൈബിള് വ്യാഖ്യാനിക്കേണ്ടി വരും. അപ്പോൾ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് തോന്നിയത് പറയുന്ന ഒരു നിസ്സഹായ അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതായ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുവാനും ആ മാനദണ്ഡം പാലിക്കുവാൻ ആവശ്യമായ പരിശീലനം നേടാനും ഒക്കെ കഴിയണം. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ, ഈ 3 മാനദണ്ഡങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 3ഉം നമ്മൾ കൂടുതൽ പഠിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ. ബൈബിൾ ഗ്രന്ഥകാരൻ്റെ കാലഘട്ടം, സംസ്കാരം, സാഹിത്യരൂപം, ഭാഷണവും ആഖ്യാനത്തിൻ്റെയും രീതികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം അക്ഷരാർത്ഥം തന്നെ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ വ്യംഗ്യാർത്ഥത്തിലേക്ക് കടക്കണം. അങ്ങനെ കടക്കുമ്പോൾ പരിശുദ്ധാത്മ സഹായവും അതുപോലെ തന്നെ നമ്മുടെ അറിവും ഒരുപോലെ നമ്മളെ സഹായിക്കണം. എന്നിട്ട് നമ്മൾ യഥാർത്ഥ അർത്ഥത്തിൽ എത്തിച്ചേരണം. അപ്പോൾ ഇതെല്ലാം വളരെ പരിശീലനം ആവശ്യമുള്ളതായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിവൃത്തിയില്ലാത്തവർ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. നമ്മുടെ കഴിവിൻ്റെ പരിധിയിൽ ആകാവുന്നത്ര പരിശീലനം നേടാനായിട്ട് നമുക്ക് ബാധ്യതയുണ്ട്. നമുക്ക് സാധിക്കാത്തതൊക്കെ ദൈവം ഫിൽ ചെയ്തോളും എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും പഠിക്കാതെ, ഒന്നും ഒരുങ്ങാതെ, ഒന്നും പ്രാർത്ഥിക്കാതെ, ഒന്നും പഠിച്ചൊരുങ്ങാതെ നമ്മൾ ചെന്നാൽ ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് വേണ്ടതൊക്കെ തോന്നിക്കുമെന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവ് വളരെ അപൂർവമായിട്ടേ ചെയ്യുള്ളൂ. ചില ആളുകൾക്ക് ചെയ്യും. കാരണം പരിശുദ്ധാത്മാവിന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല, അല്ലേ? പരിശുദ്ധാത്മാവിന് വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. പക്ഷേ പരിശുദ്ധാത്മാവ് പോലും മനുഷ്യൻ്റെ ഹ്യൂമൻ നേച്ചറിനോട് വളരെ ബഹുമാനമുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് സൗകര്യവും ആവശ്യത്തിന് ബുദ്ധിയും ആവശ്യത്തിന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അത് ദൈവം തന്നതാണ്. അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ പരിശുദ്ധാത്മാവ് ബാക്കിയെല്ലാം കൂടി തരും. അപ്പോൾ ഒന്നും ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ പറ്റില്ല. പക്ഷേ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ഒരാളാണെങ്കിൽ ദൈവം ചിലപ്പോൾ കൂടുതലായിട്ട് അയാളെ സഹായിച്ചെന്നും വരും, അല്ലേ? അപ്പോൾ അത് ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് വിടുക. നമ്മുടെ പരിശ്രമത്തിന് പരിമിതികളില്ലാത്ത രീതിയിൽ പരിശ്രമിക്കേണ്ടതുണ്ട്. മുകളിൽ പ്രസ്താവിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടുതൽ ഉൾക്കാഴ്ച നേടാനും അത് വിശദീകരിക്കാൻ ഉതകുന്ന ഗവേഷണം വഴി പക്വതയാർന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ സഭയെ സഹായിക്കുകയാണ് ബൈബിൾ വ്യാഖ്യാതാക്കൾ ചെയ്യേണ്ടത്. ഇവിടെ പറയുന്നത് കൂടുതലായിട്ടും പണ്ഡിതന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്. വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാന രീതിയെ സംബന്ധിച്ച് പറഞ്ഞതെല്ലാം ദൈവവചനം പരിരക്ഷിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ദൈവദത്തമായ ദൗത്യവും ശുശ്രൂഷയും സ്വീകരിച്ചിട്ടുള്ള സഭയുടെ അന്തിമമായ വിധി തീർപ്പിന് വിധേയമാണ്. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കുന്ന ഒരു ഘടകം ഇതാണ്: സഭയുടെ വിധി തീർപ്പിന് വിധേയമായിരിക്കും നമ്മുടെ വ്യാഖ്യാനങ്ങൾ എല്ലാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, സഭയിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സഭയോട് ചേർന്ന് നിൽക്കുന്നിടത്തോളമാണ് നമുക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പൂർണ്ണമായിട്ട് ലഭിക്കുക. ആ സഭയിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രത്യേക അധികാരം കൊടുത്തതുകൊണ്ടല്ല, സഭാ സമൂഹത്തിന് പൊതുവായിട്ടാണ് കൊടുത്തിരിക്കുക. പക്ഷേ പൊതുവായിട്ട് ലഭിച്ചിരിക്കുന്നതായ ആ അധികാരം വിനിയോഗിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട് സഭയുടെ അധികാരികൾ. അത് അവിടെക്കുറിച്ചാണ് പറയുക. സഭയുടെ അന്തിമമായ വിധി തീർപ്പിന് വിധേയമാണ്. അപ്പോൾ സഭയാണ് ചെയ്യുന്നത്. പക്ഷേ സഭയ്ക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരുണ്ട്. അതാണ് നമ്മൾ പൊതുവെ പറഞ്ഞാൽ മെത്രാന്മാർ, അല്ലേ? മാർപ്പാപ്പയും മെത്രാന്മാരും ചേരുന്ന സമൂഹത്തിന് തെറ്റാവരമുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതൊക്കെ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു. ദൈവദത്തമായ ദൗത്യവും ശുശ്രൂഷയും സ്വീകരിച്ചിട്ടുള്ള സഭയുടെ അന്തിമമായ വിധി തീർപ്പിന് വിധേയമാണ്. അപ്പോൾ നമ്മൾ എത്ര പഠിച്ചവരാണെങ്കിലും ഏറെ പ്രാർത്ഥിച്ചതിന് ശേഷമാണെങ്കിലും നമുക്ക് തോന്നുന്നതായ ആ വ്യാഖ്യാനം അന്തിമമാണ് എന്ന് നമ്മളങ്ങോട്ട് ധരിച്ച് വശാകരുത്. പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നതായ കാര്യം അതാണ്. കുറച്ചൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളൊക്കെ നയിച്ച് കുറച്ചൊക്കെ ആളുകൾ നമ്മുടെ കൂടെ കൂടുകയും കൂടി ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ തന്നെയാണ് ഇതിൻ്റെ മാനദണ്ഡം എന്ന രീതിയിൽ അങ്ങോട്ട് ചിന്തിച്ച് വശാകും. എന്നിട്ട് അവരങ്ങോട്ട് ചെയ്യുന്നു. അപ്പോൾ കുറേ ആളുകൾ ഇതിനകം ഇവരുടെ വലയിൽ ആയിപ്പോയിട്ടുള്ളത് കൊണ്ട് അവരൊക്കെ വളരെ കാലത്തേക്ക് ഒരുപക്ഷെ ഇവരുടെ കൂടെ നടക്കും. ഇവർക്കും ചില അസാധാരണമായ കഴിവുകളും കുറേയേറെ അറിവുകളും ഒക്കെ ഇവർക്കുണ്ട്. അപ്പോൾ ആ അറിവിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇവരുടെ കഴിവുകേടുകളും അജ്ഞതയും അടിസ്ഥാനപരമായ ബലഹീനതയും ഒരുപക്ഷെ മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ അങ്ങനെ വരുന്നത് വലിയൊരു അപകടമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ബേസിക്കായിട്ട്
സഭയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് ആവശ്യമാണ്. സഭയുടെ കാര്യങ്ങൾ, സഭ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അത് നമ്മുടെ കഴിവുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാത്തത് എന്ന് എളിമയോടുകൂടി അംഗീകരിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഒരുപക്ഷെ പിന്നീട് നമുക്കൊന്ന് മനസ്സിലായെന്ന് വരും. ഏതായാലും സഭയുടെ അന്തിമമായ വിധിത്തീർപ്പിന് വിധേയമായിട്ടുള്ളതായ വ്യാഖ്യാനങ്ങൾക്കാണ് ആധികാരികത ഉള്ളത്. കാരണം സഭയ്ക്കാണ് ഈ പറയുന്ന ബൈബിളിൻ്റെ സംരക്ഷണ ചുമതല സഭയെയാണ് ഏൽപ്പിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ സഭയോടെ ബന്ധപ്പെട്ടിരിക്കുക എന്നുള്ള ആശയമാണ് അവസാനമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാനദണ്ഡങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മാത്രം പോരാ, അതോടൊപ്പം തന്നെ നമ്മൾ സഭയോടെ ചേർന്ന് നിൽക്കുവാനായിട്ട് കൂടി ശ്രമിക്കണം. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ബൈബിൾ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള സെക്ഷൻ തീരുകയാണ്.